കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലകളിൽ ഒന്നായിട്ടാണ് പത്തനംതിട്ട ജില്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസമായി ആ, സംസ്ഥാനം കാണുന്ന ഏറ്റവും വലിയ വേനലിലേക്കാണ് പത്തനംതിട്ട ജില്ല മാറുന്നത്. പ്രധാന ജലാശയങ്ങളെല്ലാം വരണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോന്നി പ്രമാടം പഞ്ചായത്തിലാണ്. മറ്റ് ജലാശയങ്ങളൊന്നുമില്ലാതെ തന്നെ ആ, കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് എന്തൊക്കെ നടപടികളാണ് ഈ മേഖലയിൽ എടുത്തിട്ടുള്ളത്? പ്രമാടം പഞ്ചായത്തിലെ പ്രത്യേകിച്ച് 2-3 വാർഡുകളിലൊക്കെ വട്ടോളി ഉൾപ്പെടെയൊക്കെയുള്ള ഈ വരാൻ പോകുന്ന നാളുകൾ എന്ന് പറയുന്നത് രൂക്ഷമായ വരൾച്ചയിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമാട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു വലിയ പദ്ധതി അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പദ്ധതികൾ കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമാടം പഞ്ചായത്തിൽ ഏതാണ്ട് 19ഓളം ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ദീർഘകാലം റോബിൻ പീറ്റർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രവൃത്തി പരിചയം കൂടുതൽ അറിയാമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പല ചെറുകിട കുടിവെള്ള പദ്ധതികളും ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായും നമുക്കിപ്പോൾ ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമാടം പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടക്കുളഞ്ഞി, വലഞ്ചൂഴി, മറൂർ പ്രദേശങ്ങളിൽ പ്രമാടം പഞ്ചായത്തിന്റെ ഈ 3 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ആകെ ഉള്ളത് വാട്ടർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ പമ്പിംഗ് ലൈനാണ് ആ പ്രദേശത്ത് കടന്നുപോയിട്ടുള്ളത്. പക്ഷെ പ്രമാടം ശുദ്ധീകരണ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അത് ഫലപ്രദമായി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാലപ്പഴക്കത്തിൽ പൈപ്പുകളെല്ലാം തന്നെ നാമാവിശേഷമായിട്ടുണ്ട്. മോട്ടറിന്റെ ഇടയ്ക്കിടയ്ക്ക് മോട്ടറിൽ ഉണ്ടാകുന്ന അതിൻ്റെ യന്ത്ര തകരാറുകൾ പ്രശ്നമായി വരുന്നു. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതി ഉണ്ടാകണമെന്ന് ശ്രീ അടൂർ പ്രകാശിന്റെ കാലത്ത് ആലോചിച്ച ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടോ അത് അന്ന് നിലച്ചുപോയി. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതൊഴിച്ചാൽ അതും എങ്ങും എത്താതെ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അടിയന്തരമായി ആ വലിയ പദ്ധതി അന്ന് പ്രഖ്യാപിച്ച ഈ ഗവൺമെന്റിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പ്രമാടം ശുദ്ധജല സമഗ്ര പദ്ധതി അത് അടിയന്തരമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഒപ്പം തന്നെ ഇന്ന് ഈ പറയപ്പെടുന്ന പ്രദേശങ്ങൾ 2, 3, 1 വാർഡുകളിലെ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് അത് സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് അത് മാറ്റണം. പൈപ്പുകൾ പൊട്ടിപ്പോയി വെള്ളം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം. അതേപോലെ തന്നെ ആഴ്ചയിൽ കൃത്യമായ ഒരു ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ വെള്ളം എത്തണമെങ്കിൽ അത് കൃത്യമായി ആ വാൽവ് ഓപ്പറേറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ പ്രദേശങ്ങളിൽ സമയബന്ധിതമായി വെള്ളം കൃത്യമായി എത്തുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങളിലേക്ക് പോകണം. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് KIP കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗം ഈ ചെറുകിട കുടിവെള്ള പദ്ധതികളെല്ലാം വെള്ളം ലഭിക്കണമെങ്കിൽ KIP യിൽ നിന്ന് തുറന്നു വിട്ടുന്ന വെള്ളം കൂടി ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ ചെറുകിട കുടിവെള്ള പദ്ധതികളിലേക്ക് ആവശ്യത്തിന് ജലം എത്തുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പഞ്ചായത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ഈ കനാലിന്റെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കനാലിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്രയും വേഗം ആ കനാൽ തുറന്നു വിട്ടാൽ ഈ ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ പ്രദേശങ്ങളിൽ വെള്ളം എത്തും. അതുകൊണ്ട് ഒരു പരിധിവരെ അപ്പോഴും ഈ വട്ടക്കുളഞ്ഞി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ നിലവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പമ്പിംഗ് ക്രമം അതിന്റെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി നടത്തിയെങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് എത്തുകയുള്ളൂ. അതിന് വീണ്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നറിയിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. സാധാരണ ഈ ഗതിയിൽ നമ്മുടെ വാട്ടർ ടാങ്കുകളിലെ കിയോസ്കുകളിലൊക്കെ വെള്ളം എത്തിക്കുന്ന നഗരസഭകളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു രീതി അവലംബിക്കാറുണ്ടല്ലോ. പിന്നെ അത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കളക്ടറേറ്റിൽ നിന്നൊക്കെയാണല്ലോ അതിന്റെ ഫണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഒരു ശ്രമം നടത്തിക്കൂടെ? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ അധികാരികളുടെ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കണം.
നാളിതുവരെയായി അതിന് ഈ വർഷത്തെ അനുമതി ലഭിച്ചിട്ടില്ല. എന്നാൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൂടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ആ കാര്യത്തിൽ കൂടി ഒരു പ്രാധാന്യം കണ്ടാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ കഴിയും. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ റോബിൻ പീറ്ററും പ്രമാടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ ചർച്ച നടത്തി അവിടുത്തെ അടിയന്തരമായി ആ മേഖലയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്ക് എത്തുമല്ലോ, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി. തീർച്ചയായും ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രമാടം പഞ്ചായത്തിൽ അവിടെ നമ്മുടെ വാട്ടർ അതോറിറ്റി എയുടെയും അതോടൊപ്പം തന്നെ ഓവർസിയർ വാൽവ് ഓപ്പറേറ്റർമാരുടെ ഒരു യോഗം പഞ്ചായത്തിൽ നമ്മൾ വിളിച്ചിരുന്നു. അന്ന് അത് അവിടെ പങ്കെടുത്തു. ആ പങ്കെടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അത് പോരായ്മയുണ്ട് എന്നുള്ളതാണ് വീണ്ടും ഈ പ്രശ്നങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് വീണ്ടും ഈ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്തും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ മറ്റ് ചുമതലപ്പെട്ട ആളുകളുമായി ഈ കാര്യത്തിൽ വീണ്ടും ശക്തമായ ഇടപെടൽ നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കും എന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. കോന്നിയിലെ മറ്റ് ജലാശയങ്ങൾ ഒന്നും തന്നെ അടുത്തുകൂടി പോകാത്ത ഒരു സ്ഥലമാണ് ഈ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3 ഈ പറയുന്ന ഈ വട്ടക്കളഞ്ഞ് ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളിൽ. അപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബിൻ പീറ്ററുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ സംയുക്തമായ രീതിയിൽ അവിടെ ശുദ്ധജലം എത്തിക്കാനുള്ള തുടർ നടപടികൾ എടുക്കുമെന്നാണ് നമ്മളോടിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.